നോക്ക് എന്തായാലും വറമുളകൊക്കെ നന്നായിട്ട് മറന്നുണ്ട്. നല്ല ചൂട്. അപ്പോൾ നമ്മളിന്ന് പൊളിക്കും. കാനലേക്ക് ഒന്ന് നമുക്ക് വെതർ എല്ലാവിടെയും ആക്കി കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഈ ആട്ടിൻ്റെ വാരിയിലുണ്ടൊരു അടിപൊളി ഗ്രില്ല് ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതിൻ്റെ ഈ കൊഴുപ്പൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു ഭാഗം തന്നെയാണ്. ഇതിൻ്റെ ഇവിടെ മാത്രമേ ഇറച്ചിയുള്ളൂ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല ഒന്ന് കയറാൻ വേണ്ടി ഒരു കുഴിയിട്ട് കൊടുക്കാം. ഇങ്ങനെ അപ്പോൾ കർപ്പൂര കട്ട എടുത്തിട്ട് നമ്മൾ കനലെത്തിക്കാനായിട്ട്. അപ്പോൾ കനൽ വേഗം കത്തി പിടിക്കട്ടെ ഉണ്ട്. വെളുത്തുള്ളി അരച്ചത്, ഉപ്പും പൊടിച്ച കുരുമുളകും, ചതച്ചെടുത്ത വറുത്ത വറമുളക്. ഇന്ന് മസാലകളൊക്കെ കുറവാണെങ്കിലും നല്ല പവർഫുള്ളാണ്. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് എടുത്തെടുക്കും. ഇപ്പോൾ മസാല മട്ടണിലേക്ക് തേക്കാം. നല്ല അടിപൊളിയായിട്ട്. അടിപൊളി. നന്നായിട്ട് മസാല ഗ്രില്ലൊക്കെ. അയ്യോ പെർഫെക്റ്റ് ഫുള്ളുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ മട്ടനിലേക്ക് മാറിക്കണല്ലേ. സംഭവം ഉഷാറിട്ടാ, ഒരു രക്ഷയില്ല. ചിക്കനും മീനൊക്കെ കഴിഞ്ഞിട്ട് മട്ടനിലേക്ക് മാറിയാണ്. പൊളിച്ച് നമുക്കതിൽ ഓയിൽ തേക്കാം. ഭയങ്കര ചൂടുണ്ട് സാറാ, നല്ല ചൂട്. നമുക്ക് ഈ കയ്യിലൊക്കെ ഒന്ന് വെച്ചിട്ട് മട്ടൺ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത ആട്ടിൻ്റെ ഈ വാരയിൽ നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതൊന്ന് ഈ ഓയിലിൽ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് സാധനം. നമുക്കിങ്ങനെ എടുത്ത് വെക്കാം. നല്ല ജ്യൂസി ആയിട്ടുണ്ട് കാണുമ്പോൾ. നല്ല ജ്യൂസി ആയിട്ടുണ്ട് ശരിക്കും. ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ഭാഗമാണ് നമ്മുടെ ആടിൻ്റെ. ഇതിൽ നിന്ന് ഞാൻ എടുത്ത് തിന്നാ പൊളിക്കും മന്നെ. അപ്പോൾ മട്ടൺ റിബ്സ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ സുരേ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാം. സംഭവം ഉഷാർ സാധനം. പൊടിഞ്ഞ എല്ലൊക്കെ അമ്മ നമ്മൾ പൊറാട്ട ഉണ്ട് അടിയിൽ. കാണണ്ട, ആരും കാണാണ്ടിരിക്കണം. നമ്മൾ ഈ മൈക്ക് താഴെ വെച്ചിട്ടില്ലേ സുരേ? സൗണ്ട് പൊറാട്ട ഇതൊക്കെ ആയതുകൊണ്ട് മൈക്ക് താഴെ വെച്ചിട്ടുണ്ട്. സെറ്റ് അടിപൊളി. ഇതിങ്ങനെ കാണിച്ചെടുക്കുക സുൽഫി. അയ്യോ, ഈ പൊറാട്ടയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. പൊറോട്ടയിലാക്കിയ
പൊളി സാധനം അല്ലേ? പിഴിഞ്ഞെടുത്ത് നമുക്ക് ഇത് സൈഡിലാക്കാം. മട്ടൻ പീസ് എടുത്ത് പൊറോട്ടയിലിട്ട് എൻ്റെ മോനെ പൊളി, അടിപൊളി. ഉഷാറല്ലേ? പക്ക അടിപൊളി. ഇങ്ങനെ റാഡിഷ് ആഹാ. സംഭവം ഗ്രില്ല് ചെയ്തിട്ട് വറുത്തോണ്ട് നല്ല വന്നിട്ടുണ്ടല്ലേ? നോക്കാം സൂര്യ. ഇതാണ് മെയിൻ റിപ്സിൻ്റെ അടിപൊളി സാധനം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ജലദോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജ്യൂസി, പക്ക ജ്യൂസി. ഇതാ ജ്യൂസിന് അമ്മത്തും ജ്യൂസിന് ഒഴുകി വരുവാണ്ട കയ്യിലൊക്കെ ജ്യൂസായി. സുഹൃത്തുക്കളെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പഠിക്കാൻ പോണ്. വരും സുഹൃത്തുക്കളെ. ഒരു ഫോർമലിൽ പറഞ്ഞോണ്ടല്ലേ ചിരി വന്ന് വാടാ ഇവിടെ വാടാന്ന് വിളിച്ചാലേ വരുള്ളൂ ചെക്കന്മാര്. അളന്നോ അളന്നോ ഇഷ്ടപ്പെട്ടു? ശരിക്കും പറ, ഇഷ്ടപ്പെട്ടില്ല? ഗായ്സ്, ഇതിന്റെ മെയിൻ പ്രത്യേകത, ഇതിന്റെ ഏറ്റവും ടേസ്റ്റുള്ള ഭാഗമുള്ള സ്മെൽ ഇത് റിബ്സ്. ആ ശരി, സത്യമാണ് ശരിക്കും കേട്ടാ. എല്ല് എല്ലും അമ്മാരി ടേസ്റ്റ്. ഈ റിബ്സിന്റെ അടുത്ത് ഇറച്ചിയ ടേസ്റ്റ് ഇറച്ചുകൊണ്ട് എല്ലുണ്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞ അപ്പഴേ ഇറച്ചിന്റെ റിവ്യൂ നമ്മൾ അപ്പഴേ പറഞ്ഞാണ്. ഇറച്ചിന്റെ ടേസ്റ്റ് ഉണ്ട്. എല്ലും കൂടി കടിച്ചു നോക്കിയപ്പോൾ എല്ലും പക്ക. മസാല ഒക്കെ കട്ടക്ക് എല്ലിൽ പിടിച്ചിട്ടുണ്ട് സുഖല്ലേ. ഇത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഗ്രില്ല് ചെയ്യണം, അപ്പോഴേ ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് വരുള്ളൂ അല്ലേ? ശരിക്കും മിച്ചറുണ്ട്. നമ്മുടെ റിപ്സൊക്കെ കാലിയായി കണ്ടോ, പെരുന്തീറ്റ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് അല്ലേ? പൊറോട്ട ഇനിയും ബാക്കിയുണ്ട്, 2-3 ബാക്കിയുണ്ട്. നല്ല കുരുമുളകിൻ്റെ ഒക്കെ നല്ല എരിവുണ്ടല്ലേ മട്ടനിൽ, അടിപൊളി. അപ്പോൾ നമ്മളിത് ഗ്രില്ല് ചെയ്ത ശേഷം ഒന്ന് ഫ്രൈ ചെയ്തു. ഈ മീറ്റ് നല്ല ഹാർഡാവും ഗ്രില്ല് ചെയ്തപ്പോൾ. അപ്പോൾ കുറേ നേരം ഡീപ്പായിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തുകൊണ്ട് ഒന്ന് ഇറച്ചി നന്നായി വേകാൻ വേണ്ടി വെച്ചപ്പോൾ അതൊന്ന് ടൈറ്റായി. നമ്മളതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തു. സംഗതി സെറ്റ് നല്ലപോലെ സോഫ്റ്റായി. അപ്പോൾ ഇതൊരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു അടിപൊളി കിടിലൻ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.